ഹാർട്ട് അറ്റാക്ക് തടയാൻ വേണ്ട ഏറ്റവും കൃത്യമായ കൊളസ്ട്രോളിന്റെ അളവ് എന്താണെന്ന് പലർക്കും അറിയില്ല. മാത്രമല്ല, നമ്മളിൽ പലരും നോർമൽ കൊളസ്ട്രോൾ ആണെന്ന് ഡോക്ടർമാരടക്കം പറഞ്ഞിട്ടുള്ള കൊളസ്ട്രോളിന്റെ അളവ് ഹാർട്ട് അറ്റാക്ക് തടയാൻ പര്യാപ്തമല്ല. അതൊരു മാജിക് നമ്പറാണ്. ഈ മാജിക് നമ്പറിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഹൃദയത്തിലെ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടിയ ബ്ലോക്കുകൾ ഒരു പരിധിവരെ തിരിച്ച് നോർമൽ ആക്കണമെങ്കിൽ ഈ ഒരു പ്രത്യേക കൊളസ്ട്രോളിന്റെ അളവിൽ താഴെ നമ്മൾ എത്തിക്കണം. ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മളിൽ പലരും കൊളസ്ട്രോൾ നോർമൽ ആണെന്ന് ലാബ് റിപ്പോർട്ടിൽ കണ്ടാൽ പോലും നമുക്ക് പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് വരാം. ഹാർട്ട് അറ്റാക്ക് വളരെ വളരെ കുറഞ്ഞ ചില കമ്മ്യൂണിറ്റീസും ചില ജനവിഭാഗങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ആളുകളിലെ ടോട്ടൽ കൊളസ്ട്രോളിന്റെ അളവ് എപ്പോഴും 150 താഴെയായിരിക്കും. മാത്രമല്ല, ഇങ്ങനെയുള്ള ജനവിഭാഗങ്ങളിലെ ചീത്ത കൊളസ്ട്രോളായ LDLന്റെ അളവ് എപ്പോഴും 70 താഴെയായിരിക്കും. അതെ, അതാണ് മാജിക് നമ്പർ. LDL ചീത്ത കൊളസ്ട്രോൾ 70 താഴെ. അത്ഭുതം എന്താന്ന് വെച്ചാൽ, ഇത് ജനിതകപരമായിട്ട് ഈ ജനവിഭാഗങ്ങൾക്ക് കിട്ടുന്ന ഒന്നുമല്ല. ഇത് പൂർണ്ണമായിട്ട് അവരുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചിട്ടകൾ കൊണ്ട് അവർ നേടിയെടുത്തത്. പിന്നീട് നടന്ന ഒരുപാട് പഠനങ്ങളിൽ ഈ മാജിക് നമ്പർ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ചീത്ത കൊളസ്ട്രോളായ LDLന്റെ അളവ് 70 താഴെ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. മറ്റൊരു പഠനത്തിൽ കണ്ടെത്തിയ എന്താന്ന് വെച്ചാൽ, നമ്മുടെ കൊളസ്ട്രോളിന്റെ അളവ് ഓരോ 40 mg/dL കുറയുന്നതിനനുസരിച്ചും നമ്മുടെ ഹാർട്ട് അറ്റാക്കിന്റെ സാധ്യത 20% നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നുള്ളതാണ്. എന്ന് വെച്ചാൽ, കൊളസ്ട്രോളിന്റെ അളവ് 240 ഉള്ള ഒരാൾ അത് 200 എത്തിക്കുകയാണെങ്കിൽ അറ്റാക്കിന്റെ സാധ്യത 20% അവിടെ കുറയുന്നുണ്ട്. മറ്റൊരു പഠനത്തിൽ കണ്ടെത്തിയ എന്താണെന്ന് വെച്ചാൽ, ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് 70 താഴെ നമ്മൾ 5 വർഷത്തോളം തുടർച്ചയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വന്ന ബ്ലോക്കുകൾ പലപ്പോഴും തിരിച്ച് നോർമലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചേക്കാം. HDL എന്ന് പറയുന്ന നല്ല കൊളസ്ട്രോളിന്റെ അളവ് എപ്പോഴും നമ്മൾ 60ന്റെ മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. രക്തക്കുഴലിൽ അടിഞ്ഞു കൂടിയ കേടുകളെ ഈ നല്ല കൊളസ്ട്രോൾ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന കൊളസ്ട്രോൾ നമ്മൾ 100 താഴെ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതാണ് എപ്പോഴും നല്ലത്. പക്ഷേ നമ്മുടെ ഡോക്ടർമാരും റിപ്പോർട്ടുകളിലും എപ്പോഴും നമ്മൾ പറയാം 150 എന്നുള്ള വാല്യൂ ആണ്. ശരിക്കും അങ്ങനെയല്ല. നമ്മൾ 100 താഴെ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ടാർഗറ്റ് ടോട്ടൽ കൊളസ്ട്രോൾ ഒരു 150 താഴെ എത്തിക്കാൻ നോക്കുക. ചീത്ത കൊളസ്ട്രോളായ LDL 70 താഴെ എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇത് നമ്മുടെ ഹൃദയത്തിന് ഒരുപാട് പ്രൊട്ടക്ഷൻ നൽകും. രണ്ടാമത്തെ കാര്യം, ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഉപയോഗിക്കേണ്ടത്? കൂടുതലായിട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഇത് വർദ്ധിപ്പിക്കുക. മൂന്നാമത്, ചിട്ടയായ വ്യായാമം. എല്ലാ ദിവസവും പറ്റുമെങ്കിലും 30 മിനിറ്റോളം എക്സർസൈസ് ചെയ്യുക, ആഴ്ചയിൽ 5 ദിവസമെങ്കിലും. നാലാമത്തത്, നമ്മുടെ ഭക്ഷണത്തിൽ പ്ലാന്റ് സ്റ്റിറോയിഡുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഇത് LDL എന്ന് പറയുന്ന ചീത്ത കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. അഞ്ചാമത്തത് വളരെ പ്രധാനപ്പെട്ടാണ്. എന്ന് വെച്ചാൽ, നമ്മുടെ കൊളസ്ട്രോളിന്റെ അളവ് ഇതൊക്കെ ചെയ്തിട്ടും കുറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് കഴിക്കേണ്ടതാണെങ്കിൽ മരുന്ന് കഴിക്കാൻ മടിക്കാതിരിക്കുക. ഇതുപോലെ കൊളസ്ട്രോളിനെ കുറിച്ചുള്ള കൃത്യമായ അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.